BJP നേതാവിന് പാദപൂജ ചടങ്ങ് നടത്തിയ ആലപ്പുഴ നൂർനാട് വിവേകാനന്ദ സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് ഇന്നുണ്ടാകും. മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിലേക്ക് ASFും പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. സ്കൂളിന് സംരക്ഷണം നൽകുമെന്നാണ് BJP നേതാക്കളുടെ പ്രഖ്യാപനം. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. പൂജാവിശേഷങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ പാദപൂജയുമായി ബന്ധപ്പെട്ട് പലവിധ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ സംഘടനകളും സാംസ്കാരിക നേതാക്കളുമെല്ലാം രംഗത്തെത്തുന്നുണ്ട്. അതിനിടെയാണ് ആലപ്പുഴയിൽ അത് വലിയ ഒരു സംഘർഷത്തിലേക്കും ഒപ്പം പ്രതിഷേധങ്ങളിലേക്കുമൊക്കെ പോയ ദിവസങ്ങൾ കടന്നു വരുന്നത്. ഇന്നലെ വൈകുന്നേരം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് രാത്രി ഈ വിവേകാനന്ദ സ്കൂളിലേക്കുണ്ടായിരുന്നു. അതിനു പുറമെ 2 ദിവസം മുമ്പ് DYFI നടത്തിയ മാർച്ച് BJP പ്രവർത്തകർ തടയുകയും അത് പ്രശ്നമാവുകയൊക്കെ ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വീണ്ടും DYFI നൂർനാട്ടെ സ്കൂളിലേക്ക് വിവേകാനന്ദ വിദ്യാപീഠത്തിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. 6 ബ്ലോക്ക് കമ്മിറ്റികളാണ് ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നത് DYFIയുടെ. അതുകൊണ്ട് തന്നെ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും, വലിയ യുവജന പങ്കാളിത്തം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. SFIയും ഈ മാർച്ചിനൊപ്പം ചേരുന്നുണ്ട്. അതേസമയം എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ സ്കൂളിലേക്കുള്ള മാർച്ചിനെ തടയുമെന്നും സ്കൂളിന് സംരക്ഷണം നൽകുമെന്നുള്ളതാണ് BJPയുടെ ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിന് സമാനമായി സ്കൂളും പോലീസിൽ നിന്ന് സുരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സ്വാഭാവികം ക്ലാസ് ഉള്ള ദിവസമാണ്, കുട്ടികളൊക്കെ എത്തുന്ന സമയമാണ്. 10 മണിയോടുകൂടിയാണ് മാർച്ച് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നബാധിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസും സ്വീകരിച്ചിട്ടുണ്ട്. ഇത് നൂർനാട്ട് സ്കൂളിലേക്കാണ് ഈ സംഭവം, ഈ മാർച്ച് വരെ നടക്കുന്നത്. മറ്റൊന്ന് മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാഭവനാണ്. അവിടെയും ഒരു പാദപൂജ വിവാദം ഉണ്ടായിരുന്നു. അവിടെ ASFും AYFും കൂടിയാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആലപ്പുഴയിൽ ഇന്ന് ഇടത് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മാർച്ച് ഈ 2 സ്കൂളുകളിലേക്കുമൊക്കെ നടക്കുന്ന ഒരു സന്ദർഭമാണുള്ളത്. എന്തായാലും പാദപൂജ വിവാദം അങ്ങനെ വിവാദമായി തന്നെ തുടരുകയാണ്. താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് അശ്വിൻ പാലാഴിയാണ്.